إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം യഥാവിധി പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അവൻ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, മനുഷ്യരാകുന്ന നമ്മളെല്ലാവരും നാളെ പരലോകത്ത് ജീവിത വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഒക്കെ അതിന്റെ അന്ത്യം കുറിക്കുന്നത് പരലോകത്തെ ജീവിതത്തിലൂടെയാണ്. ഇവിടെ വിജയങ്ങളുണ്ടാവാം, പരാജയങ്ങളുണ്ടാവാം, പക്ഷേ അതിനൊക്കെ ഒരു താൽക്കാലിക വിരാമമുണ്ടാവും. എങ്കിൽ പരലോകത്ത് മനുഷ്യനിക്ക് ലഭിക്കുന്ന വിജയമായാലും പരാജയമായാലും അതിനൊന്നും ഒരു അവധി ഉണ്ടാവുകയില്ല. അത് ശാശ്വതമായിക്കൊണ്ട് തന്നെ തുടർന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും പരലോകത്ത് വിജയിക്കാനുള്ള മാർഗമാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മനുഷ്യൻ ആഗ്രഹിക്കേണ്ടതും. ആരാണ് പരലോകത്ത് ജീവിതത്തിൽ വിജയം കൈവരിക്കുക? അത് അല്ലാഹു തആല കൃത്യമായി നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ വിവരിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിൽ നമുക്ക് കാണാം, അല്ലാഹു തആല പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ.
യഥാർത്ഥമായ ഈമാൻ ഉൾക്കൊള്ളുന്ന ആളുകൾ അവർ വിജയിച്ചവരാണ് എന്ന് അല്ലാഹു തആല കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥമായ ഈമാനാവണം ഉണ്ടാവേണ്ടത്. എങ്കിൽ യഥാർത്ഥമായ ഈമാനുള്ള ആളുകൾക്ക് പരലോകത്ത് വിജയിക്കാൻ കഴിയും എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്. നമുക്കറിയാം, ഈമാൻ എന്ന് പറയുമ്പോൾ 3 തരത്തിലാണ് ആളുകളുടെ വിശ്വാസം നമുക്ക് മൊത്തത്തിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയുക. ഒരു വിഭാഗം യഥാർത്ഥമായ വിശ്വാസത്തിന്റെ ആളുകളാണ്. അഥവാ അല്ലാഹുവും റസൂലും ഏതൊക്കെ രൂപത്തിൽ മനുഷ്യനോട് വിശ്വസിക്കാൻ വേണ്ടി കൽപ്പിച്ചോ ആ രൂപത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ. എന്നാൽ മറ്റൊരു വിഭാഗം വിശ്വാസത്തിൽ നിന്ന് അല്ലാഹുവിനെയും റസൂലിനെയും ഒക്കെ ധിക്കരിച്ച് അല്ലെങ്കിൽ അല്ലാഹുവിലും റസൂലിലുമൊക്കെ അവിശ്വസിച്ചുകൊണ്ട് കഴിയുന്ന ഒരു വിഭാഗം ആളുകൾ. മൂന്നാമത് മറ്റൊരു വിഭാഗം നിഫാക്കിന്റെ ആളുകൾ. അഥവാ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയും, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയും. ഈ രൂപത്തിലുള്ള നിഫാക്ക്, മുനാഫിക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗവും. ഈ രൂപത്തിൽ 3 വിശ്വാസങ്ങൾ മനുഷ്യരിലുണ്ട് എങ്കിൽ യഥാർത്ഥമായ വിശ്വാസം ആരാണോ ഉൾക്കൊള്ളുന്നത് അവർക്ക് പരലോകത്ത് വിജയിക്കാൻ സാധിക്കുമെന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. വിശ്വാസമാണ് ഒന്നാമത്തെ വിജയത്തിന്റെ മാനദണ്ഡമെങ്കിൽ ആ ആയത്തിന്റെ തൊട്ടടുത്ത് അല്ലാഹു തആല വിജയത്തിന്റെ രണ്ടാമത്തെ മാനദണ്ഡമായി പറയുന്നത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഈമാനുള്ളവർ വിജയിച്ചു എന്ന് പറഞ്ഞ ഉടനെ രണ്ടാമത് ആ വിശ്വാസം റെഡിയാവണമെങ്കിൽ യഥാർത്ഥ വിശ്വാസത്തിന്റെ അടയാളമായി രണ്ടാമത്തെ കാര്യമായി അല്ലാഹു തആല പറയുന്നത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരവരുടെ നിസ്കാരത്തിലെല്ലാം നല്ല ഭയഭക്തിയുള്ളവരാണ്, സൂക്ഷ്മതയുള്ളവരാണ്. ആ രൂപത്തിൽ നിസ്കരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാണ് പരലോകത്ത് വിജയിക്കുക എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നിസ്കാരം എന്ന് പറയുന്നത്. നമുക്കറിയാം, മറ്റ് അമലുകളിലേക്കെല്ലാം തട്ടിച്ചു നോക്കുമ്പോൾ നിസ്കാരത്തിനേക്കാണ് ഇസ്ലാമിൽ ഏറ്റവും വലിയ ഫളീലത്തും ഏറ്റവും വലിയ മഹത്വവും അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ഒരാൾ ഷഹാദത്ത് കലിമ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ രണ്ടാമതായി അയാളോട് നിർബന്ധമായി കൊണ്ട് കൽപ്പിക്കുന്നത് അസ്സലാത്തുൽ ഖംസ്, 5 വക്ത് നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി വ ഇഖാമിസ് സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, ഇസ്ലാം എന്ന് പറയുന്ന ആ ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും 5 കാര്യങ്ങളിലാണ്. എന്നിട്ട് അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമ പഠിപ്പിച്ചതിന്റെ ശേഷം രണ്ടാമതായി ആ ബിനാഇന്റെ, ആ ബിൽഡിങ്ങിന്റെ, ഇസ്ലാം എന്ന ബിൽഡിങ്ങിന്റെ നെടും തൂണായിക്കൊണ്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അസ്സലാത്തു ഖംസ്, 5 വക്ത് നിസ്കാരം എന്നതാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ മഹത്വം നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നിസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ നിസ്കാരത്തിലേക്ക് കൃത്യമായി ആളുകൾ നിസ്കാരിക്കാൻ നിർബന്ധിതനാവുകയും ചെയ്യും. എന്തുകൊണ്ട്? നിസ്കാരത്തിന്റെ മഹത്വം അവർ മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രം. എങ്കിൽ കൃത്യമായി നിസ്കാരം നിർവഹിക്കാൻ അങ്ങനെയുള്ള ആളുകളൊക്കെ തയ്യാറാകും. നമുക്കറിയാം, നിസ്കാരം എന്ന് പറയുമ്പോൾ മറ്റ് അമലുകളെക്കാൾ ഏറെ അല്ലാഹു തആല അതിന് മഹത്വം നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മറ്റ് അമലുകളെ കുറിച്ചൊക്കെ നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. മറ്റ് അമലുകളൊക്കെ അല്ലാഹു തആല മനുഷ്യനിക്ക് നിർബന്ധമാക്കിയത് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അറിയിച്ചുകൊണ്ടാണ് നിയമമാക്കിയത്. എങ്കിൽ നിസ്കാരം അങ്ങനെയല്ല. നിസ്കാരം വഹിയിലൂടെ അല്ല നിയമമാക്കിയത്, മറിച്ച് അല്ലാഹു തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു സമ്മാനം എന്ന നിലയിലാണ് നിസ്കാരം അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ സമൂഹത്തിനും നിയമമാക്കിയത്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിനിക്ക് അല്ലാഹു തആല നൽകുന്ന മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെയുമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രായം തികഞ്ഞത് മുതൽക്ക് ജീവിതത്തിന്റെ അവസാനത്തിലേക്ക്, മരണത്തിലേക്ക് മനുഷ്യൻ എത്തുന്നത് വരേക്കും ഓരോ ദിവസവും മനുഷ്യന് ആവർത്തനമായി വരുന്ന ഒന്നാണ്
നിസ്കാരം എന്ന് പറയുന്നത്. മറ്റ് കർമ്മങ്ങൾ അങ്ങനെയല്ല. ഉദാഹരണത്തിന് നിങ്ങൾ നോമ്പെടുത്തു നോക്കൂ. നോമ്പൊന്നും എന്നും നിർവഹിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നോമ്പൊക്കെ വർഷത്തിലൊരിക്കലാണ് മനുഷ്യനിക്ക്. അത് തന്നെ സാധിക്കുന്ന ആളുകൾക്കാണ് നോമ്പ് നിർബന്ധമായി പറയുന്നത്. സക്കാത്തായാലും അങ്ങനെ തന്നെ. വർഷം തികയുമ്പോൾ സാമ്പത്തികമായി കഴിവുള്ള ആളുകൾക്കാണ് സക്കാത്തിനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചത്. അതുപോലെ ഹജ്ജിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് തന്നെ ജീവിതത്തിൽ ഒരിക്കൽ സാധിക്കുന്ന ആളുകൾ മാത്രം ജീവിതത്തിലൊരിക്കൽ മാത്രം ചെയ്യേണ്ട അമലാണ് ഹജ്ജ് എന്ന് പറയുന്നത്. എങ്കിൽ ഈ അമലുകളെ പോലെയല്ല ഇസ്ലാം നമുക്ക് നിസ്കാരം പഠിപ്പിച്ചു തന്നത്. നിസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യനക്ക് പ്രായം തികഞ്ഞത് മുതൽക്ക് അവന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും എന്നും എല്ലാ രൂപത്തിൽ കഴിയുന്നുണ്ടോ കഴിയുന്നില്ല എന്നൊന്നും നോട്ടമില്ല. ഏത് രൂപത്തിലായാലും കൃത്യമായി 5 വക്ത് നിസ്കരിക്കൽ മനുഷ്യന്റെ ബാധ്യതയാണ് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്, ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ ഉസ്ത. നിങ്ങൾ നിസ്കാരങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം. നിസ്കരിക്കണമെന്നല്ല അള്ളാഹു പറയുന്നത്. ഹാഫിളു അലസ്സലവ, നിങ്ങൾ എല്ലാ നിസ്കാരങ്ങളും 5 വക്ത് നിസ്കാരമാണ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടത്. ആ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ട മുഴുവൻ നിസ്കാരങ്ങളും നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നു വസ്സലാത്തിൽ ഉസ്ത, മധ്യമ നിസ്കാരവും നിങ്ങൾ സൂക്ഷിക്കണം. മധ്യനിസ്കാരം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാം, അത് അസ്ർ നിസ്കാരമാണ്. നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ മധ്യത്തിൽ വരുന്ന നിസ്കാരമാണ് അസ്ർ നിസ്കാരം എന്ന് പറയുന്നത്. അഥവാ പകലിന്റെ 2 ഭാഗത്താണ് ളുഹറും സുബ്ഹിയും നിലകൊള്ളുന്നത് എങ്കിൽ രാത്രിയുടെ 2 ഭാഗത്താണ് രാത്രിയുടെ 2 ഭാഗങ്ങളിലായിട്ടാണ് മഗ്രിബും ഇശാവും നിലകൊള്ളുന്നത്. അപ്പോൾ മഗ്രിബും ഇശാവും ളുഹറും സുബ്ഹിയും ഇത് രണ്ടിന്റെയും ഇടയിൽ വരുന്ന നിസ്കാരമാണ് സ്വലാത്തുൽ അസ്ർ, അസ്ർ നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുനാഫിക്കീങ്ങളായ ആളുകൾക്ക് അസ്ർ നിസ്കാരത്തിനൊക്കെ വലിയ മടിയായിരിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് നിങ്ങൾ നിസ്കാരം കൃത്യമായി സൂക്ഷിക്കണം. എന്നിട്ട് ഖുർആൻ പറയുന്നു വസ്സലാത്തിൽ ഉസ്ത, അസ്ർ നിസ്കാരം, ഉസ്ത നിസ്കാരം അഥവാ മധ്യമ നിസ്കാരം, ആ നിസ്കാരവും നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് ഖുർആൻ പറയുന്നത് ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങളൊക്കെ അള്ളാഹുവിനിക്ക് നിന്ന് നിസ്കരിക്കേണ്ടത് ഖാനിതീൻ, അനുസരണയോടുകൂടെയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഭയഭക്തിയോടുകൂടെയാണ് നിങ്ങളൊക്കെ നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു തആല പറയുന്നു, നോക്കൂ, നിങ്ങൾ ഒരു പേടിയുടെയോ ഒരു ബുദ്ധിമുട്ടിന്റെയോ ഒക്കെ അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾക്കാർക്കും നിസ്കാരം ഒഴിവാക്കാൻ അർഹതയില്ല. അള്ളാഹു പറയുന്നത് ഫൈൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന, നിങ്ങൾ ശത്രുക്കളെ പേടിച്ചുകൊണ്ട് കഴിയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും മുസീബത്തുകൾ വരുന്നത് പേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങളുടെ നിസ്കാരത്തിന്റെ സമയമായാൽ നിങ്ങൾ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ഫരിജാലൻ ഔ റുക്ബാന, നിങ്ങൾക്ക് കാൽനടയായിട്ട് വേണമെങ്കിൽ നിസ്കരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തിലാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് നിസ്കരിക്കാം. എന്നിരുന്നാൽ പോലും നിങ്ങൾ സമയം തെറ്റിക്കാൻ പാടില്ല എന്നതാണ് അല്ലാഹു തആല ആയത്തിലൂടെ പറയുന്നത്. ഫൈൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന, നിങ്ങൾ ശത്രുക്കളെയോ അല്ലെങ്കിൽ മറ്റ് ഭയങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയമായാൽ പോലും നിങ്ങൾ ആ രൂപത്തിൽ അങ്ങനെയുള്ള അവസരത്തിലും നിങ്ങൾ നിസ്കരിക്കണം. കാൽനടയായിട്ടോ വാഹനമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് നിസ്കരിക്കാം. ഫൈദാ മിൻതും ഫദ്കുറുല്ലാഹ്, നിങ്ങൾക്ക് ആ പേടിയിൽ നിന്നൊക്കെയുള്ള ഒരു വിശ്വാസ്യത കൈവന്നാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളണം. കമാ അല്ലമക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല എങ്ങനെയാണോ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കാനും മറ്റ് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാവണം. കമാ അല്ലമക്കും മാലം തകൂനു തഅലമൂൻ, നിങ്ങൾ പല കാര്യങ്ങളും അറിവില്ലാത്തവരായിരുന്നു. ആ അറിവില്ലാത്ത അവസ്ഥയിൽ നിന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് പലതും പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ആ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഈ ആയത്തിലൂടെയൊക്കെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരു കൃത്യത പാലിക്കണം എന്നുള്ളതാണ്. നിസ്കാരം ഒരവസരത്തിലും ഒഴിവാക്കാൻ മനുഷ്യന് അർഹത നൽകിയിട്ടില്ല. ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും പ്രായപൂർത്തിയും ശുദ്ധിയും ബുദ്ധിയുമുള്ള ആളുകളാണെങ്കിൽ അവർ എന്നും നിസ്കരിക്കണമെന്നതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത്. നിന്ന് നിസ്കരിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇരുന്ന് നിസ്കരിക്കാനും കടന്ന് നിസ്കരിക്കാനും ചലനം ബാക്കിയുള്ള ആളുകൾക്ക് ഏത് രൂപത്തിലാണോ നിസ്കരിക്കാൻ സാധിക്കുന്നത് ആ രൂപത്തിലൊക്കെ നിസ്കരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. ആ രൂപത്തിലൊക്കെ നിസ്കരിക്കാനും ഇസ്ലാം പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിൽ സ്വലാത്തുൽ ഖൗഫ് എന്നൊരു നിസ്കാരമുണ്ട്.
സലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടി ശക്തമാകുന്ന അഥവാ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള നിസ്കാരം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ശത്രുക്കളും മുസ്ലിങ്ങളും ശത്രുക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായാലും ആ സമയത്തും നിസ്കാരം ഒഴിവാക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് സലാത്തുൽ ഖൗഫിനെ കുറിച്ച്, അതിന്റെ പ്രത്യേക രൂപത്തെക്കുറിച്ചൊക്കെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഹദീത്തിൽ വ്യക്തമായി സലാത്തുൽ ഖൗഫിന്റെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പേടി ശക്തമായിക്കൊണ്ട് ശത്രുക്കളുമായി പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുമായി യുദ്ധത്തിൽ അകപ്പെടുന്ന സമയത്തായാൽ പോലും നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കരിക്കണമെന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുന്നുണ്ട്, അയ്യുൽ അഅമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, പ്രവാചകരെ ഏത് അമലാണ് അള്ളാഹുവിനിക്ക് ഏറ്റവും അഫ്ളലായത്, ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി അസ്സലാത്തു ഫി വക്തിഹ, നിസ്കാരം അതിന്റെ സമയത്തിൽ നിർവഹിക്കുക എന്നതാണ്. എങ്ങനെയെങ്കിലും നിസ്കരിക്കുക എന്നതല്ല. പല ആളുകളുടെയും അവസ്ഥ എങ്ങനെയാണ്, ചില ആളുകളൊക്കെ നിസ്കരിക്കും, ളുഹർ നിസ്കരിക്കുന്നത് അസറിന്റെ സമയമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അസറും ളുഹറും എല്ലാം കൂടി രാത്രിയിലായിരിക്കും പലപ്പോഴും നിസ്കരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന പല ആളുകളെയും നമുക്ക് നാടുകളിലൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ നിസ്കാരത്തിലുള്ള സൂക്ഷ്മത കുറവുകൊണ്ടാണ്. ഇവരോടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഹാഫിളു അലസ്സലവാ, നിങ്ങൾ നിസ്കാരങ്ങൾ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. നിസ്കാരമൊന്നും സമയം തെറ്റിക്കാൻ ഒരാൾക്കും അല്ലാഹു തആല അനുവാദം നൽകിയിട്ടില്ല. നിസ്കാരമൊക്കെ കൃത്യമായ സമയത്തിൽ തന്നെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഏതൊക്കെ ജോലിയിൽ അകപ്പെടുന്ന ആളുകളാണെങ്കിലും നിസ്കാരത്തിനുള്ള സമയം ആ ജോലിയുടെ ഇടയിൽ അവൻ കണ്ടുവെക്കേണ്ടതുണ്ട്. അല്ലാതെ അവന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്ന് പലപ്പോഴും വീടുകളിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് നിസ്കാരത്തിലേക്ക് വരാമെന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെയുണ്ട്. പലപ്പോഴും പല സ്ത്രീകൾക്കും ളുഹർ നിസ്കാരം തെറ്റിയിട്ടാണ് അവര് ളുഹറിലേക്ക് വന്നു ചേരാറുള്ളത്. പലപ്പോഴും പല ആളുകളുടെയും അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് പുരുഷനായാലും സ്ത്രീ ആയാലുമൊക്കെ പ്രത്യേകമായി നമ്മൾ സൂക്ഷിക്കേണ്ടത് നിസ്കാരം അതിന്റെ സമയം തെറ്റാതെ നിസ്കരിക്കുക എന്നതാണ്. നാളെ പരലോകത്ത് മനുഷ്യനോട് ചോദ്യം ചെയ്യപ്പെടുന്നതിൽ വെച്ച് ആദ്യത്തേത് തന്നെ നിസ്കാരത്തെക്കുറിച്ചായിരിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അൻ സ്വലാത്തി, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനോട് വിചാരണ ചെയ്യപ്പെടുമ്പോൾ ആദ്യമായി അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നത് അൻ സ്വലാത്തിഹി, അവന്റെ നിസ്കാരത്തെക്കുറിച്ചായിരിക്കും. അമലുകളിൽ നിന്ന് അവന്റെ നിസ്കാരത്തിൽ എത്രത്തോളം കൃത്യത അവൻ പാലിച്ചിട്ടുണ്ട്, എത്രത്തോളം നിസ്കാരം അവന്റെ ഭാഗത്തിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഫൈൻ സ്വലഹത്ത് ഫഖദ് അഫ്ലഹ വഅൻജ, ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവനിക്ക് വിജയിക്കാൻ, അല്ലെങ്കിൽ ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ നന്മയാണ് ചെയ്തത് എങ്കിൽ ഫഖദ് അഫ്ലഹ വഅൻജ, അവൻ വിജയിക്കുകയും രക്ഷപ്പെടുകയും ചെയ്ത വിഭാഗത്തിലായിരിക്കും. എന്നാൽ വൈം ഫസദത്ത്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ മോശമായ രൂപമാണ് അവർക്കുണ്ടായത് എങ്കിൽ ഫഖദ് ഖാബ വ ഖസിർ, അവൻ അവിടെ പരാജയത്തിലും ദുഃഖത്തിലുമായിരിക്കും, നഷ്ടത്തിലുമായിരിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നിസ്കാരം ശരിയായിട്ടുണ്ട് എങ്കിൽ മറ്റെല്ലാ അമലുകളും മനുഷ്യന്റേത് ഏകദേശമൊക്കെ ശരിയാവും. നിസ്കാരം ശരിയായില്ലേ എങ്കിൽ മറ്റ് അമലുകളിലും അവന്റെ ഭാഗത്തിൽ നിന്ന് തകരാറ് വരുമെന്നതാണ് പ്രവാചകന്റെ ഈ ഹദീസിലൂടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ ആ നിസ്കാരത്തെക്കുറിച്ച് കൃത്യമായി ഇസ്ലാം നിർദ്ദേശിച്ച രൂപത്തിലുള്ള നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ പ്രത്യേകത അല്ലാഹു തആല നമ്മോട് പറയുന്നു. നോക്കൂ, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം എന്ന് പറയുന്നത് മറ്റെല്ലാ മോശകരമായ കാര്യത്തെ തൊട്ടും മ്ലേച്ഛമായ കാര്യത്തെ തൊട്ടും മനുഷ്യനെ തടുത്തു നിർത്തുന്ന ഒരു കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത് എന്നാണ് നിസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അഥവാ കൃത്യമായ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച പരലോകത്ത് വിജയത്തിന് മാനദണ്ഡമായ രൂപത്തിലുള്ള നല്ല നിസ്കാരമാണ് ഒരാളുടെ ഭാഗത്തിൽ നിന്നുണ്ടായതെങ്കിൽ അയാൾ മറ്റെല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും അയാൾ മാറിയിട്ടുണ്ടാകും. വേണ്ട പ്രവർത്തികളിൽ അയാൾ ഉണ്ടാവുകയില്ല. അയാളുടെ ഇടപാടുകളിലായാലും അയാളുടെ തൊഴിലുകളിലായാലും അയാളുടെ കുടുംബത്തിലായാലും അയാളുടെ വ്യക്തി ജീവിതത്തിലായാലും എല്ലാ രംഗങ്ങളിലും അയാളുടെ നിസ്കാരം അയാളെ സംരക്ഷിച്ചിരിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. യഥാർത്ഥ നിസ്കാരമാണ് ഒരാൾ നിർവഹിച്ചത് എങ്കിൽ
ആ നിസ്കാരം തന്നെ മോശകരമായ കാര്യങ്ങളിൽ നിന്ന് അയാൾ അത് തടുത്തു നിർത്തുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ നിസ്കാരം അങ്ങനെ തടുത്തു നിർത്തുന്ന നിസ്കാരമാവണം, എങ്കിലേ അത് പരലോകത്ത് ഉപകാരപ്പെടുകയുമുള്ളൂ എന്നതാണ് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറയുന്നത് തന്നെ, നിങ്ങളുടെ വീടിന്റെ അടുത്ത ഭാഗത്തിലൂടെ ഒരു പുഴ ഒലിച്ചു പോകുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ പുഴയിൽ നിന്ന് 5 പ്രാവശ്യം ഒരാൾ എന്നും കുളിക്കുകയാണ് എങ്കിൽ ആ കുളി കാരണമായിട്ട് അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ? 5 നേരം അയാൾ ആ പുഴയിൽ നിന്ന് ശരിക്ക് കുളിക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ? ഇത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാന്മാരായ സ്വഹാബത്ത് അതൊരിക്കലും ഇല്ല നബിയെ എന്നാണ് മറുപടി പറഞ്ഞത്. ആ സമയത്ത് പ്രവാചകൻ അവരോട് പറയുന്നു, ഇതുപോലെയാണ് നിസ്കാരത്തിന്റെ ഉപമ. എന്നും 5 വക്ത് നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പാപത്തിന്റെ ഒരു കറയും ബാക്കി നിൽക്കുകയില്ല എന്ന രൂപത്തിലാണ് നിസ്കാരത്തെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. പക്ഷേ ആ രൂപത്തിലുള്ള നിസ്കാരമാവണം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് 5 വക്തും ജമാഅത്തിലായി നിസ്കരിക്കാൻ സാധിക്കുന്ന ആളുകൾ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. സ്വന്തം നിസ്കരിക്കുന്നതിനേക്കാളേറെ എത്രയോ മഹത്വമുള്ളതാണ്, 27ഓളം പദവി മഹത്വമുള്ളതാണ് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായി നമ്മളൊക്കെ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നിസ്കരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അത് തന്നെ എല്ലാ ജമാഅത്തിന്റെയും മഹത്വവും ഒരുപോലെയല്ല. ഇശാ നിസ്കാരത്തിന്റെയും സുബഹി നിസ്കാരത്തിന്റെയും ഒക്കെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ജമാഅത്തിന്റെ കാര്യം എടുത്തു പറയുന്നതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ, മൻ സല്ലൽ ഇശാ ഫീ ജമാഅ ഫകാന ഖാമ നിസ്ഫൽ ലൈൽ. ഒരാൾ ഇശാ നിസ്കാരം കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണ് എങ്കിൽ ഫകാനമാ ഖാമ നിസ്ഫൽ ലൈൽ, അവൻ രാത്രിയുടെ പകുതി ഭാഗം അള്ളാഹുവിനു വേണ്ടി ഇബാദത്തെടുത്ത് നിസ്കരിച്ച ആളുടെ മഹത്വം അയാൾക്കുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ പഠിപ്പിച്ചത്. എന്നിട്ട് മഹാനായ പ്രവാചകൻ സുബഹി നിസ്കാരത്തിന്റെ മഹത്വം പറയുന്നു, നോക്കൂ, വമൻ സല്ല സുബ്ഹ ഫീ ജമാഅ, ഒരാൾ സുബഹി നിസ്കാരം കൃത്യമായി ജമാഅത്തിലായി നിസ്കരിക്കുകയാണെങ്കിൽ ഫകാനമാ സല്ലൽ ലൈല കുല്ലഹ്, അവൻ രാത്രി മുഴുവനും അള്ളാഹുവിനിക്ക് വേണ്ടി നിന്ന് നിസ്കരിച്ചവന്റെ മഹത്വം അവനിക്ക് നേടാൻ കഴിയുമെന്നൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മഹത്വം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലൊക്കെ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ശ്രദ്ധയുണ്ടാകുമ്പോൾ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യത്തോടു കൂടി മുന്നേറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മെ പിന്നോട്ട് വലിക്കുന്നുണ്ട് എങ്കിൽ എന്തൊക്കെയോ നിഫാഖിന്റെ കാര്യങ്ങൾ നമ്മെ പിടികൂടുന്നുണ്ട് എന്നതാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മുനാഫിക്കുകൾക്കാണ് നിസ്കാരം ഏറ്റവും വലിയ ഭാരമായി തോന്നുക എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. തന്നെയുമല്ല വിശുദ്ധ ഖുർആൻ മുനാഫിക്കുകളുടെ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത് തന്നെ വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, നിസ്കാരത്തിലേക്കൊക്കെ അവർ വരികയും നിസ്കാരത്തിലേക്ക് നിൽക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഖാമു കുസാല, അവർ മടിയന്മാരായിട്ടാണ് നിസ്കാരത്തിലേക്ക് നിൽക്കുക. അപ്പൊ മടി എന്നുള്ളത് തന്നെ മടിയന്മാരുടെ മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. മടി എന്നതാണ് ആയത്തിലൂടെ ഒക്കെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, അസ്കലുസ്സലാത്തി അലൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഇശാഇ വൽ ഫജ്ർ, മുനാഫിക്കങ്ങൾക്ക് ഏറ്റവും ഭാരമായ നിസ്കാരം എന്ന് പറയുന്നത് അത് ഇശാ നിസ്കാരവും സുബഹി നിസ്കാരവുമായിരിക്കും. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൂഹുമാ വലൗ ഹബ്വ, ആ 2 നിസ്കാരത്തിന്റെയും മഹത്വം അവർ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ അവർ ഇഴഞ്ഞിട്ടെങ്കിലും മുട്ടുകുത്തിയിട്ടെങ്കിലും ആ നിസ്കാരത്തിലേക്ക് പങ്കെടുക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ അവരാ രൂപത്തിലെങ്കിലും ആ നിസ്കാരത്തിലേക്ക് ഹാജരാകുമായിരുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട്, കഴിയുന്നതും ജമാഅത്തിൽ നിന്ന് ഒഴിവാവാതെ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് 27ഓളം ഫള് സ്വന്തം നിസ്കരിക്കുന്നതിനേക്കാളേറെ ജമാഅത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട്, അഥവാ പള്ളിയിലെത്തുന്ന സമയത്ത് തന്നെ ജമാഅത്ത് കഴിഞ്ഞാൽ മറ്റൊരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അയാളെ പിന്തുടർന്ന് നിസ്കരിക്കാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വന്നാലും ജമാഅത്തിന്റെ ഫളിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പലപ്പോഴും പല പള്ളികളിലും കാണാറുള്ളത്, ചില ആളുകൾ, ഒരാൾ വന്നാൽ അയാൾ ഒറ്റയ്ക്ക് അവിടെ നിന്ന് നിസ്കരിക്കുന്നു, വേറെ ആൾ വന്നാൽ അയാളെ തുടരാൻ ഇയാൾക്ക് മടി, എന്നിട്ട് ഇയാൾ പോയിട്ട് വേറൊരു മൂലയിൽ നിന്ന് നിസ്കരിക്കുന്നു. മൂന്നാമതൊരാൾ വന്നാൽ അയാൾ മറ്റൊരു ഭാഗത്ത് പോയി നിസ്കരിക്കുന്നു. ഇതല്ല ശരിയായ ശൈലി. ഒരാൾ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ
അയാളെ വന്നിട്ട് മറ്റുള്ളവർ തുടർന്നുകൊണ്ട് നിസ്കരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നിസ്കരിച്ചാൽ നമ്മൾ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലത്തിന്റെ പുറമെ 27ഓളം ഫളലുകൾ ആ ജമാഅത്ത് നിസ്കാരത്തിനുണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിലും ജമാഅത്തിന്റെ കാര്യത്തിലുമൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധ കൊടുക്കണമെന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നല്ല രൂപത്തിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണമെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. നിസ്കാരവും ആ നിസ്കാരത്തിലൂടെ മനുഷ്യൻ നേടിയെടുക്കുന്ന ഭക്തിയുമാണ് മനുഷ്യനെ നന്നാക്കി തീർക്കുന്നത്. അതുകൊണ്ടാണ് തിന്മയിൽ നിന്ന് ഒരാൾക്ക് മാറി നിൽക്കാൻ കഴിയുന്നത് എന്നൊക്കെയാണ് നിസ്കാരത്തെക്കുറിച്ച് അല്ലാഹു തആല നമ്മോട് പരിചയപ്പെടുത്തിയത്. ആ രൂപത്തിലുള്ള നിസ്കാരമാവണം. കാരണം നിസ്കാരത്തിൽ നമ്മൾ ആ രൂപത്തിലാണ് അല്ലാഹുവിനോട് പ്രതിജ്ഞ എടുക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ ജീവിതത്തിന്റെ ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ അതുകൾ മുഴുവൻ ഞാൻ നിന്റെ മാർഗത്തിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ളുഹർ നിസ്കാരത്തിലും സുബഹി നിസ്കാരത്തിലും അസ്ർ നിസ്കാരത്തിലും ഒക്കെ എല്ലാ നിസ്കാരങ്ങളിലും നമ്മൾ അതാണ് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നമ്മളൊക്കെ പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് ആ പ്രതിജ്ഞ എടുത്ത യഥാർത്ഥ പ്രതിജ്ഞയാണ് എങ്കിൽ അതിനെതിരെ ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് നാം ചെയ്ത പ്രതിജ്ഞയ്ക്ക് എതിരാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള നിസ്കാരമാണ് പരലോകത്ത് നമുക്ക് നഷ്ടമായി മാറുകയും ചെയ്യുക. ചില ആളുകളുടെ നിസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നത് നോക്കൂ, നമുക്കൊക്കെ പരിചയമുള്ള ഒരായത്താണ്. ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹു തആല നമ്മോട് പറയുന്നത് ഫവൈലുൻ, സർവനാശവും ലഭിക്കുന്നത് ലിൽ മുസല്ലീൻ, ചില നിസ്കരിക്കുന്ന ആളുകൾക്കാണ്. നിസ്കരിക്കാത്തവർക്ക് എന്നല്ല പറയുന്നത്, നിസ്കരിക്കുന്ന ആളുകൾക്കാണ് സർവനാശവും. എന്താണ് ആ നിസ്കാരത്തിന്റെ പ്രത്യേകത? അല്ലാഹു തആല പറയുന്നു അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവരവരുടെ നിസ്കാരത്തിൽ അശ്രദ്ധയായി നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരത്തിൽ അശ്രദ്ധരാണ്. എന്താണ് നിസ്കാരത്തിൽ അശ്രദ്ധരാകുക എന്ന് പറയുന്നത്? പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ നിസ്കാരത്തിന്റെ അശ്രദ്ധത നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ സമയത്തിന് കൃത്യമായി നിർവഹിക്കാതിരിക്കുക. അവനിക്ക് നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അവനിക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നിസ്കരിക്കുന്നു. നിസ്കാരത്തിന്റെ സമയത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. എന്നിട്ട് ചിലപ്പോൾ നിസ്കാരം തെറ്റിയിരിക്കും, ചിലപ്പോൾ ഒരു നിസ്കാരത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ നിസ്കാരത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നത്. എന്തുകൊണ്ട്? ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ ശ്രദ്ധ കൊടുത്തിട്ടില്ല. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ശ്രദ്ധയില്ലാത്ത നിസ്കാരമാണ്. അങ്ങനെയുള്ള നിസ്കാരക്കാരെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. സർവനാശവും ലഭിക്കുന്നത്, പരലോകത്ത് സർവനഷ്ടവും ഏൽക്കേണ്ടി വരിക ലിൽ മുസല്ലീൻ, ചില നിസ്കരിക്കുന്ന ആളുകൾക്കാണ്. ഏതാണ് നിസ്കാരക്കാർ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സഹൂൻ. അവരവരുടെ നിസ്കാരത്തിൽ അശ്രദ്ധരായിക്കൊണ്ടാണ് നിസ്കരിക്കുന്നവർ. അഥവാ നിസ്കരിക്കുന്നുണ്ടെങ്കിലും സമയത്തിന്റെ കൃത്യതയൊന്നും പാലിക്കാതെ തോന്നുന്ന സമയത്ത് തോന്നിയെങ്കിൽ നിസ്കരിക്കുന്നു. ഈ രൂപത്തിലുള്ള ആളുകൾക്കാണ് നാശമെന്ന് പറഞ്ഞിട്ട് ഇതാണ് അശ്രദ്ധയുടെ ഒരു രൂപമെങ്കിൽ, രണ്ടാമത്തെ രൂപം പണ്ഡിതന്മാർ വിവരിക്കുന്നത് നിസ്കരിക്കുന്നുണ്ട്, സമയത്തിലൊക്കെ വന്ന് നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നിസ്കാരത്തിൽ കൃത്യമായ അശ്രദ്ധയിലാണ് നിസ്കാരം. നിസ്കരിച്ചു കഴിയുമ്പോഴേക്കും നിസ്കാരത്തിൽ എന്താണ് റബ്ബിനോട് അവൻ പ്രതിജ്ഞ എടുത്തത് എന്ന് പോലും അവനിക്കൊരു ബോധമില്ല. ഈ രൂപത്തിൽ ഇവന് നിസ്കരിക്കുന്നുണ്ടെങ്കിലും ഇവന്റെ മനസ്സ് വേറെ എവിടൊക്കെയാണ്. ഇവൻ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ഇവന്റെ മനസ്സ് കിടക്കുന്നത് ഇവന്റെ ജോലി സ്ഥലത്താണ്, അല്ലെങ്കിൽ ഇവന്റെ മനസ്സ് കിടക്കുന്നത് ഇവന്റെ കുടുംബത്തിലോ ഇവന്റെ ഏതെങ്കിലും വർക്കുകളിലൊക്കെ ആയിരിക്കും ഇവന്റെ മനസ്സ് നിൽക്കുന്നത്. എന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ നിന്ന് നാവ് കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു. ഇത് അശ്രദ്ധമായ നിസ്കാരമാണ്. അങ്ങനെയുള്ള നിസ്കാരക്കാർക്കുമാണ് സർവനാശവും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. നാം നിസ്കാരത്തിലൊക്കെ അള്ളാഹുവിനോട് പലതും ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നു.
പല ദിക്റുകളും അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ പോലും പടച്ചവനെ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ആരാധിക്കുന്നത്, നിന്നോടാണ് ഞാൻ സഹായം തേടുന്നത് എന്ന് മനസ്സറിഞ്ഞ് പറയാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല. അത് പറയുമ്പോഴും അവന്റെ ചിന്ത വേറെ എവിടൊക്കെയോ ആണ്. എന്നിട്ട് അവനിവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിസ്കരിച്ചു, അവന്റെ കാലം അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചുമാണ് അല്ലാഹു തആല പറയുന്നത്, ഫവൈലുൽ ലിൽമുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിൽ അശ്രദ്ധരായിക്കൊണ്ട് നിസ്കരിക്കുന്നവർക്കാണ് സർവനാശവും വരാനുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക. നിസ്കാരത്തിലുള്ള റബ്ബിനോട് കൃത്യമായി വാക്കുകളുടെ അർത്ഥങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും, അങ്ങനെ അറിയാത്തവരാണെങ്കിലും, ഇത് ഞാൻ റബ്ബിനോട് പറയുന്ന എൻ്റെ ഒരു പ്രാർത്ഥനയാണ്, എൻ്റെ ഒരു ദിക്റാണ്, അല്ലെങ്കിൽ അതുപോലുള്ള എൻ്റെ ഒരു തേട്ടമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് റബ്ബിനോടാണ് എൻ്റെ ഹൃദയം, ഞാൻ റബ്ബിനോടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് എന്നൊരു ബോധം നിസ്കാരത്തിൽ വെച്ചുകൊണ്ട് അങ്ങനെ മനുഷ്യൻ നിസ്കരിക്കണം. അങ്ങനെയാണ് റബ്ബിനോട് പ്രതിജ്ഞ എടുക്കേണ്ടതും. അങ്ങനെയുള്ള നിസ്കാരമാകുമ്പോൾ അത് മനുഷ്യനെ തിന്മകളിൽ നിന്നൊക്കെ വർജിക്കുകയും ചെയ്യും, തിന്മകളിൽ നിന്ന് മനുഷ്യനത് തടയുകയും ചെയ്യും. ഇതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിസ്കാരം തിന്മകളിൽ നിന്ന് മനുഷ്യനെ തടയുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള നിസ്കാരമാണ് മനുഷ്യൻ നിർവഹിക്കേണ്ടത്. അല്ലാതെ ഒരു കാട്ടിക്കൂട്ടൽ എന്ന രൂപത്തിൽ വന്നിട്ട് എന്തൊക്കെയോ തക്ബീർ കെട്ടി റുക്കുവിലേക്ക് അങ്ങോട്ട് എത്താനിടയില്ല, ഇങ്ങോട്ട് തന്നെ പൊന്തി, അല്ലെങ്കിൽ സുജൂദിലേക്ക് അങ്ങോട്ട് എത്തുന്നതിന്റെ മുമ്പ് ഉയർന്ന്, ഇങ്ങനെ ഒരു ദിക്ർ പോലും ചെല്ലാൻ തയ്യാറാവാത്ത രൂപത്തിലൊക്കെ പല ആളുകളുടെയും നിസ്കാരം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടുന്ന രൂപം. ആ രൂപങ്ങളൊക്കെ പരലോകത്ത് നഷ്ടത്തിലേക്കാണ് എത്തുക എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. നിസ്കാരത്തിന്റെ ഉള്ള ഭയഭക്തിയും നിസ്കാരത്തിന്റെ തുമഅനീനത്തും നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായി റബ്ബിനോടുള്ള ഒരു മുനാജത്താണ് നിസ്കാരം എന്ന് മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിൽ നിസ്കരിക്കാനും അങ്ങനെയുള്ള നിസ്കാരങ്ങളിൽ പങ്കെടുക്കാനും കൃത്യമായി നമ്മളൊക്കെ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ അമാലുകളും, നിസ്കാരം അടക്കമുള്ള എല്ലാ അമാലുകളും റബ്ബ് സ്വീകരിക്കുന്ന രൂപത്തിലുള്ളതാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് കഷ്ടപ്പെടുന്ന പല ആളുകളുമുണ്ട്. എല്ലാ ആളുകളുടെയും കഷ്ടപ്പാടുകൾ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു തആല എത്രയും വേഗത്തിൽ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അല്ലാഹു റാഹത്തും ബറക്കത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أحسن عواقبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب